ഭൂമിയെ പോലെ തന്നെ ചൊവ്വയിലും ഒരിക്കൽ ജീവൻ ഉണ്ടായിരുന്നുവെന്ന കണ്ടെത്തൽ ശാസ്ത്രലോകം ഇപ്പോഴും ഗവേഷണം നടത്തുന്ന വിഷയമാണ്. ഭൂമിയോട് ഏറെ സാമ്യമുള്ള ഗ്രഹം കൂടിയായ ചൊവ്വയിൽ പല ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവൻ ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെയും അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനിടെയാണ് ശാസ്ത്രജ്ഞർ വിചാരിച്ചിരുന്ന കാലത്തിനു ശേഷവും ചൊവ്വ വാസയോഗ്യമായിരിക്കാം എന്ന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേണലിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ന് തണുത്തുറഞ്ഞു കിടക്കുന്ന ചൊവ്വ ഒരിക്കൽ വാസയോഗ്യമായിരുന്നോ എന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതാണ് ആ കാലഘട്ടമെന്നും ഗവേഷകർ ഇന്നും അന്വേഷിക്കുകയാണ്. ഒപ്പം വാസയോഗ്യമായിരുന്ന ചൊവ്വയ്ക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ചൊവ്വ വാസയോഗ്യമായിരുന്ന ആ കാലം തങ്ങൾ വിചാരിച്ചത്ര പിന്നിലല്ല എന്ന പുതിയ കണ്ടെത്തൽ പുറത്തുവരുന്നത്. ചൊവ്വ വാസയോഗ്യമായിരുന്നത് 4.1 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് എന്നായിരുന്നു ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ നേച്ചർ കമ്മ്യൂണിക്കേഷൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഏകദേശം 3.9 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെയും ചൊവ്വ വാസയോഗ്യമായിരുന്നു. ജീവൻ സാധ്യമാകുന്ന കാന്തിക വലയം ഈ ചുവന്ന ഗ്രഹത്തിൽ നിലനിന്നത് ഈ കാലഘട്ടം വരെ ആകാമെന്നാണ് പുതിയ കണ്ടെത്തൽ. സിമുലേഷനും കമ്പ്യൂട്ടർ മോഡലിംഗും ഉപയോഗിച്ച് ചൊവ്വയുടെ അയൺ കോറിലെ സംവഹനം മൂലമുണ്ടാകുന്ന കാന്തിക വലയത്തിന്റെ പ്രായം കണക്കാക്കുന്ന പഠനമാണ് നടത്തിയത്. ഏതാനും ലക്ഷം വർഷങ്ങൾ കൂടുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന ഗർത്തങ്ങൾ ചൊവ്വയിലും ഡൈനാമോ ദ്രവ്യ വിപണനം അനുഭവിക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. സൗരയൂഥം ഉൾപ്പെടെയെല്ലാം എങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലായിത്തീർന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ഗവേഷകർ പറയുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള അന്വേഷണമാണ് ഗ്രഹകാന്തിക ക്ഷേത്രങ്ങളെ പറ്റിയുള്ള പഠനമെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു. ചൊവ്വയിൽ ജലത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച കൂടുതൽ കണ്ടെത്തലുകൾ നാസ അയച്ച റോവറുകൾ ശേഖരിച്ചിരുന്നു. ചൊവ്വയുടെ ഉപരിതലത്തിൽ തടാകം നിലനിന്നിരുന്നതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ റോവർ കണ്ടെത്തിയത്. എന്നാൽ ശക്തമായ കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഗ്രഹത്തിലെ ജലം ഉൾപ്പെടെയുള്ള അന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന സൗരക്കാറ്റിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ചൊവ്വയ്ക്ക് നഷ്ടപ്പെട്ടു. ഇത് ഗ്രഹത്തിലെ ജീവന്റെ അംശം നിലനിർത്താൻ സഹായിച്ചില്ല. നിലവിൽ -225 ഡിഗ്രി സെൽഷ്യസ് വരെ തണുത്ത കാലാവസ്ഥയാണ് ചൊവ്വയിലേത്. ഒപ്പം വരണ്ടതും നിർജീവവുമായ ഈ ഗ്രഹം ഒരു കാലത്ത് ഊഷ്മളവും നനഞ്ഞതും ഒരുപക്ഷെ വാസയോഗ്യവുമായിരുന്നു എന്ന നിർണായകമായ കണ്ടെത്തലാണ് പഠനം മുന്നോട്ട് വയ്ക്കുന്നത്. ചൊവ്വയുടെ ഉപരിതലം കുഴിച്ച് റോവർ നടത്തിയ പരീക്ഷണങ്ങളും നേരത്തെ പകർത്തിയ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും വിശകലനം ചെയ്താണ് അന്ന് നാസ ഈ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത്. ചൊവ്വയുടെ ഉപരിതലത്തിൽ 7 അടിയോളം താഴ്ചയിൽ കുഴിച്ചാണ് നാസയുടെ റോവർ സാമ്പിളുകൾ ശേഖരിച്ചത്. 2020 ജൂലൈ 30-നാണ് നാസ പ്രിസർവറൻസ് എന്ന റോവർ വിക്ഷേപിച്ചത്. അറ്റ്ലസ് 5 റോക്കറ്റ് ഉപയോഗിച്ച് നടത്തിയ വിക്ഷേപണത്തിന് ശേഷം 7 മാസത്തിനൊടുവിൽ 2021 ഫെബ്രുവരി 19-ന് ഈ റോവർ ലക്ഷ്യത്തിലെത്തി. ചൊവ്വയിൽ ജീവൻ നിലനിന്നിരുന്നോ എന്ന് പഠിക്കാനായിരുന്നു ഈ പേടകത്തിന്റെ ഉദ്ദേശം. എന്തായാലും ഗ്രഹത്തിന്റെ ഉപരിതലത്തിലെ തണുത്തുറഞ്ഞ വെള്ളത്തിനടിയിൽ സൂക്ഷ്മാണുക്കൾക്ക് വാസയോഗ്യമാവാനുള്ള സാധ്യത കണ്ടെത്തിയേക്കുമെന്ന് നാസ പ്രവചിച്ചിരുന്നു. മഞ്ഞുപാളികൾക്കിടയിലൂടെ എത്തുന്ന പ്രകാശം വഴി ഫോട്ടോസിന്തസിസ് നടക്കാമെന്നാണ് കണ്ടെത്തൽ. ചൊവ്വയിൽ കാണപ്പെടുന്ന തണുത്ത ജലവും തണുത്ത കാർബൺ ഡയോക്സൈഡും ഒരുപക്ഷെ മഞ്ഞുപാളികളിൽ ജീവൻ നിലനിർത്തുന്ന പൊട്ടൻഷ്യൽ ഹോസ്റ്റ് ആകുമോ എന്നാണ് നിലവിൽ ഗവേഷക സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.